ഹലോ നമസ്കാരം ചങ്ങന്മാരെ, എന്താണ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ നമ്മളൊരു വ്ളോഗ് ഇട്ടു. അതിൻ്റെ റെസ്പോൺസ് വളരെ നല്ല അഭിപ്രായങ്ങളായിരുന്നു. എല്ലാവരും നല്ല കമൻസൊക്കെ പറഞ്ഞിട്ടുണ്ട്. സന്തോഷം, എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ എല്ലാവരും അതിൽ കൂടുതൽ ആൾക്കാർ അന്വേഷിച്ചത് പ്രിയപ്പെട്ട എൻ്റെ ഉമ്മാനെ തന്നെയായിരുന്നു. ഉമ്മാൻ്റെ പാട്ടുകൾ ഇനിയും കേൾക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ അവിടെ നിന്ന് എന്നൊക്കെ പറയുന്നുണ്ട്, സാധനം അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇന്ന് ഉമ്മാൻ്റെ കൂടെ എനിക്ക് വേറൊരു പാട്ടുകാരെയും കൂടി കിട്ടിയിട്ടുണ്ട്. ഞങ്ങളൊരു അമ്മായി, വേറൊരു സൈനത്താത്താനെയും കൂടെ കിട്ടിയിട്ടുണ്ട്. സൈനമ്മ ഇതാ ഒരു ഹയറിനാണി, ഒരു ഹയറിനാണി ഹായ്. അപ്പോൾ ഉമ്മാക്കൊരു കമ്പനി കൂടി ആയിട്ടുണ്ട്. അപ്പോൾ ഇവരെ രണ്ടാളെ കൊണ്ട്, ഇവരൊക്കെ പണ്ടത്തെ പുലികളായിരുന്നു എന്നാണ് പറഞ്ഞത്. പണ്ടത്തൊക്കെ അന്ന് സ്റ്റേജും പരിപാടിയൊന്നും ഇല്ലെങ്കിലും കല്യാണപ്പരിയിലൊക്കെ നന്നായിട്ട് പാട്ട് പാടിയുന്ന നല്ല ഗായികമാരായിരുന്നു. പിന്നെ അവരെ പ്രോത്സാഹിപ്പിക്കാനൊന്നും ആളില്ലാത്തതുകൊണ്ട് അവരിങ്ങനെ ഒതുങ്ങിപ്പോയതാണെന്ന് അവർ പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അവരെ കൊണ്ട് ഒന്ന് രണ്ട് പാട്ട് പാടിച്ചാൽ കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പാടും നമുക്ക് വിശ്വസിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞങ്ങളെ ഒരു സൈനമായി, ഇത് എൻ്റെ ഉമ്മച്ചി സൈന. അപ്പോൾ രണ്ട് സൈനമാരും ഇങ്ങനെ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഉമ്മാക്ക് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഓർമ്മപ്പശകൊക്കെ ഉണ്ട്. അപ്പോൾ എന്നാലും ഉമ്മ ഓർത്തോർത്ത് പാടും നമുക്ക് പ്രതീക്ഷ. അപ്പോൾ ആദ്യം എന്നാൽ അമ്മായിങ്ങൾ പണ്ട് പാടിയുന്ന ഒരു പാട്ട് നമ്മൾ പുതിയ തലമുറക്ക് വേണ്ടിയിട്ട് ഒന്ന് പാടിക്കാണി. വട്ടത്താമര മൂറുണ്ടോ, വാസന്തി ചമ്പകമാറുണ്ടോ, കുട്ടിത്താത്ത ചുണ്ടുണ്ടോ, ഗുണമുള്ള മാരണ്ട നാരിക്ക്, പുഞ്ചിരി പൂകും ചേലുണ്ടോ, പുന്നാര ശീലം കൽബുണ്ടോ, അഞ്ചിത ദേഹം മൊഞ്ചുണ്ടോ, അഴകേറുമാരണ്ട നാരിക്ക്, പങ്കജമാറും മോറുണ്ടോ, പഞ്ചാര വാക്കും ചേലുണ്ടോ, കൺകുളിർമപ്പഴം പോലുണ്ടോ, കസ്തൂരിമാരണ്ട നാരിക്ക്. പിന്നെ അവിടെ നിന്ന് പറയുന്നത് സുന്ദര രൂപം തെളിവുണ്ട്, സുമമേലും പത്തര മാറ്റുണ്ട്, പുന്നാരമാരണ്ട നാരിക്ക്, ലക്ഷണം ഒത്തൊരു പുന്നാരി, രാവുണ്യ തങ്ക ചിങ്കാരി, പച്ചത്തത്ത പുതുനാരി, പരമാർത്ഥം വിട്ട് കളിക്കൂല, വഞ്ചന എന്നതറിയൂല, വായാടി വാക്ക് പറയൂല, കൊഞ്ചൻ മാറിപ്പായൂല, ഹൈറായ മാരന് വായാലോ, കണ്ണും കരടും ഒന്നാണ്, കഞ്ചാപ്പുമാരനിലെന്നാണ്, പെണ്ണെ നീ ഇണങ്ങുവാൻ ഫിർദൗസിലേക്ക് ചേരുന്നേ. അടിപൊളി അടിപൊളി പൊളി. അമ്മ ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും, കൈയടിക്കും. ഓക്കെ ഓക്കെ ഓക്കെ, സൂപ്പർ ആയിട്ടുണ്ട്. അപ്പം അമ്മ ഓർമ്മയുള്ള ഏതെങ്കിലും ഒരു 4 വരി മീൻ പാടിക്കാണി. ഓർമ്മ ഉണ്ടാവില്ല, ഇതിനെ വെറുതെ ഉണ്ട് ഉണ്ട്, അമ്മക്ക് ഓർമ്മ ഉണ്ട്. അമ്മ നേരത്തെ ഞാനും കൈ പിടിച്ചൊന്നു മട്ടിൽ അത്ര നിച്ചല്ല ചെറുക്കായനെ എന്നാലും പാടിയില്ലേ. മട്ടിൽ പുഴുമുനാരിയാളെ കൈയ്യു പിടിച്ചിട്ട് മങ്കയിൽ ഞാൻ ഉപദേശപ്പാട്ട് ഞാൻ പാടട്ടെ, പാടുന്നോ നീ ഓർത്തോ പെണ്ണെ നിന്നുള്ള പുന്നാരമാരൻ്റെ വീട് താഴെന്ന് ഉറച്ചുള്ളേ, മഴ വീണി ചെല്ലിക്കോ വിസ്മില്ലായും എന്നിട്ട് മുതലിൽ വനങ്കാലം വെത്ത് വീടാകാൻ ചെന്നിട്ട്. അടിപൊളി അടിപൊളി അടിപൊളി. അപ്പൊ ഷാറായിട്ട് പാടിയില്ലേ, എന്നെ പാടണ്ടേ അല്ലേ? ഞാൻ അമ്മായി വേറെ പാട്ട് പാടി ഏതെങ്കിലും വേറെ ചൂടുള്ളൊരു പാട്ട്. ഞാനേ ഇനി അമ്മാര് പാട്ടൊന്നും അറിയില്ല, ഞാൻ വേറെ പറഞ്ഞൊക്കെ പാട്ടല്ല എന്ത് പാട്ട് എന്താ പ്രസംഗം പിന്നെ കേൾക്കണം. കാമിലിൽ മാലാബി സയ്യിദുൽ കൗനൈനി കാന ബഗ്ദാദും മുതിമ്മ കാദിറുൽ മംലൂകി തമ്മ കാനി ഉന്നീദ പരമ്മ ആദിബദിനിത ജിന്ദ ബദർബരി അന്തമദർ മത കുന്ത കതിർവരി ആഫിറന്നാസി റബ്ബിനിദാറ ഫിർദൗസി. അതിനോട് ഇതെന്ത് പാട്ടാ? ഇത് സാധാ പാട്ടല്ല, അത് കല്യാണ പാട്ടല്ല. ഇനി ഏതെങ്കിലും വേറെ പാട്ട്? ഒരുപാട് പാട്ട് നിങ്ങൾക്ക് അറിയാന്ന് അറിയാം നിങ്ങൾക്ക്. പിന്നെ ഞങ്ങള് പുതിയ തലമുറക്കൊക്കെ ഈ പാട്ടുകൾ ഇപ്പൊ അത്യാവശ്യം ഞങ്ങൾക്ക് കിട്ടി. ആകെ 2 പാട്ടുള്ളൂ, ഇനിയുണ്ട് പാട്ട്. അല്ലേ അങ്ങനെ പാടാൻ വയ്ക്കൂലേ? വയ്ക്കുന്നുണ്ട്, ഇതന്നെയല്ലേ ഇങ്ങനെ തന്നെയല്ലേ പാടുക. അപ്പൊ കണ്ടോ അമ്മ വേറെ പാട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് നിച്ചല്ലെന്ന് അറിയണേ. ഇനി വേറെ ഏതെങ്കിലും പാട്ട് ആലോചിക്കണം, നിങ്ങളെ നോക്കാണ് ഒരു പാട്ട്. അന്നിപ്പോൾ ഞങ്ങൾ അങ്ങനെ പുതിയ പാട്ടൊക്കെ പാടിയുന്ന നാട്ടിലതേറ്റം സുഹൃത്തെ നലവേറിന്നാണിയ പൂമുത്തെ നൽമണം വീച്ചിടും നേസിത്തെ പുതുനാരിയെ കൊണ്ടിത പോകുന്നേ, കോട്ടം വരാതെ തുണിച്ചിട്ട് ഗുണമായുള്ള രയിലരഞ്ഞാളും കോമളമായി ചമഞ്ഞിട്ട് പുതുനാരിനെ കൊണ്ടിത വരുന്നേ, ഏറ്റവും വലിയ ചെണ്ടും തെറ്റി. ഒന്നും കൂടി ഒരു വരാ ഒരു പാട്ടെ. ഇനി വേറെ പാട്ട് എന്താ ഇത് എപ്പോ പാടുന്ന പാട്ടാണ്? അതൊക്കെ കല്യാണത്തിന് അല്ല, ഇത് ഈ പാട്ടുകളൊക്കെ എപ്പോ പാടുന്ന പാട്ടുകളാ? ഇതൊക്കെ നമ്മൾ അങ്ങനെ പാടും. കല്യാണത്തിന് ചെക്കനും പെണ്ണും കൂടി പാടുന്നതാണ്.
ഇപ്പൊ ഇമ്മ മിന്നളി മിന്തളി പെണ്ണുണ്ടോന്ന് അറിയില്ലേ ആ പാട്ടിന് ഞാൻ പകരം ഞാൻ ആ വട്ടത്താമര മൂറുണ്ടാണ്ട് അപ്പൊ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും പാടി അതൊക്കെ അതിന് ബദലന്നെ ഈ പാടിനൊക്കെ ഇപ്പൊ ഇമ്മ മിന്നളി മിന്തളി പെണ്ണുണ്ടോ പിന്നെ അമ്മ പാടിന്റെ ഇത് ഞാനാ പാടി വട്ടത്താമര മൂറുണ്ടോന്ന് പറഞ്ഞില്ലേ താമര അതൊക്കെ പറഞ്ഞു പിന്നെ അന്ന് ഇവിടെ പറഞ്ഞു പിന്നെ മാൾത്താത്ത അവിടെ പാടിയപ്പോഴേ കമലമിൽ മുന്തിയ പെണ്ണാണ് ഇപ്പൊ പിടിച്ചത് കേട്ടോ കമലമിൽ മുന്തിയ പെണ്ണാണ് കണ്ടാൽ കൊതിക്കണ പെണ്ണാണ് അമല മനസ്സും നന്നാണ് പുതുനാരിയെ കൊണ്ടിതാ പോകുന്ന അതുള്ളൂ അത്ര പറയണുള്ളൂ ഇപ്പൊ നിൽക്കല്ല പെണ്ണിനെ കൊണ്ടുപോകുമ്പോ പാടുന്ന പാട്ട് അല്ലേ? ഇതൊക്കെ ഞങ്ങൾ പഠിച്ച പാട്ടാണ്. ഇത് നിങ്ങള് അപ്പ പിടിച്ചുണ്ടാക്കുന്ന പാട്ടാണോ അതോ ആദ്യമായിട്ട് പഠിച്ചുണ്ടാക്കണ? പഠിച്ചു വെക്കോ? ഈ ഒരു കല്യാണം വരുമ്പോ കല്യാണത്തിന് ആ കല്യാണം വരുമ്പോ പാട്ടുകൾ പഠിച്ചു വെക്കോ അല്ലേ? അല്ല അന്ന് ഞങ്ങൾ വെച്ചാലേ അന്ന് നമ്മളൊക്കെ ഈ കാസിലേറ്റും ഈ ജന്തുക്കളൊപ്പം നടക്കല്ലേ നടന്നല്ലേ കല്യാണത്തിന് പോവുക അപ്പൊ ഏതേലും ഒരു പുസ്തകത്തിൽ നോക്കി പഠിച്ചിട്ടാണ് ആ പഠിച്ചിന പാട്ടാണ് ഈ പാടിയതൊക്കെ മനസ്സിലായി. ആ പഠിച്ചാത്ത പാട്ട് എങ്ങനെയാ നമ്മൾ ഈ പാടുന്നു? അപ്പം ചെക്കന്റെ പെരക്കാര് അവിടുന്ന് പഠിച്ച ആൾക്കാരുണ്ടാവും. അവിടുന്ന് പഠിച്ചാലുണ്ടാവും. നമ്മളിപ്പോ ഇവിടുന്ന് ഇപ്പം ഞാൻ പറഞ്ഞ വട്ടത്താമര പറഞ്ഞപ്പോൾ അതിന് ഇവിടുന്ന് അതിന് പറഞ്ഞില്ല ഇനി ഞാൻ പറഞ്ഞിക്കൂന്ന് നടത്തിയേ ഇനി ഞാൻ ബക്ക് ചെയ്തോ അതിന് പകരം തന്നെ പനി പറഞ്ഞ് ഞാൻ വട്ടത്താമര മൂറുണ്ടോ വാസന്തി ചമ്പക മാറുണ്ടോ കുട്ടിത്താത്ത ചുണ്ടുണ്ടോ ഗുണമുള്ള മാറുണ്ടോ നാരിക്കാരനപ്പോൾ പുഞ്ചിരി പൂവും ചേലുണ്ടോ പുന്നാര ശീലം കൽബുണ്ടോ അഞ്ചിത ദേഹം മൊഞ്ചുണ്ടോ അഴകേറും മാറേണ്ട നാരിക്ക് അപ്പം പറയും പങ്കജ മാറും മോറുണ്ട് കസ്തൂരി മാറേണ്ട നാരിക്ക് സുന്ദര രൂപം തെളിവുണ്ട് സുമമേനി സൂറും വടിവുണ്ട് കണ്ടോ അതിന് ബദലാണ്. അതാണ് അതിന് ബദൽ പാടുന്നത്. അങ്ങനെ ബദലാടെ പാടിയാണ്. ഇവളിപ്പം മിന്നലി മിന്തലി പെണ്ണുണ്ടോന്നൊക്കെ ചോദിച്ചിരുന്നു. അതിപ്പോൾ നമുക്ക് അങ്ങനെ പാടാനറിയില്ല. അപ്പം അന്നൊക്കെ ബലത്തോലെ പാടി ഞഞ്ഞപ്പലത്തോലും ഇപ്പം ഞാൻ ഈ പാടിയൊക്കെ പാടുക. അങ്ങനെ ഒരു പ്രായത്തിനുണ്ട് ഈ പാട്ടേ. ഞാനവിടെ ചെറിയ കുട്ടിയായപ്പോൾ അവിടെ നിന്ന് പഠിച്ചപ്പോൾ 73 ഞാനിപ്പോൾ 9 വയസ്സിൽ പഠിച്ച പാട്ടാ അതൊക്കെ. ഇപ്പം നീ പാടുന്നില്ലേ? 9 വയസ്സ് ചെറിയ കുട്ടിയായപ്പോൾ എഴുതി പഠിച്ചതാണ് ഇപ്പം നീ പാടിയതൊക്കെ എല്ലാവരും 9-ാം വയസ്സിൽ. അന്ന് പഠിച്ചത് പഠിയും പിന്നെ ഇപ്പം നമ്മൾ എത്ര എഴുതി പഠിച്ച് കാട്ടിയതാണ് നമുക്കറിയില്ല. അന്നത്തെ പോലെ മനസ്സിൽ പിടിച്ചാൽ ഖുർആൻ ഓതാണെങ്കിലോ പിന്നെ അന്നത്തെ കിതാബ് ഓതാണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ അല്ലേ? അപ്പൊ അന്ന് ഇതിലാറെ നിങ്ങള് പിന്നെ ആർഭാടെ നിങ്ങളെ കല്യാണങ്ങളൊക്കെ അല്ലെ? സന്തോഷം കല്യാണത്തിന്റെ ആർഭാടല്ലേ പഠിച്ചുകൊണ്ട് നടക്കുന്നു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഞാൻ ചോദിക്കട്ടെ ഇതിനെ പറ്റി എന്താ നിങ്ങളെ അഭിപ്രായമായ? എന്നെ പറ്റിയ അഭിപ്രായം പറഞ്ഞ് സത്യസന്ധതയാണ്. പിന്നെ എന്താ എന്റെയൊക്കെ ലക്ഷണക്കൂടൊന്നുമില്ല. ഇത്രയും കാലം നമ്മൾ കണ്ട മുതൽക്ക് നല്ലൊരു കുട്ടിയാണ്. കുടുംബത്തിൽ തോന്നിയസനങ്ങളൊന്നും ഇല്ല. കുടുംബം നോക്കണ ഒരു കുട്ടി. ഇന്നലെ മഞ്ഞ പറ്റി നല്ലോണം പൊക്കി പറഞ്ഞില്ലേ? എന്നിട്ട് അമ്മക്ക് ഇന്നലെ രാത്രി ബ്രോസ്റ്റ് ഒക്കെ വാങ്ങിക്കൊടുത്തി. ബ്രോസ്റ്റിന് വേണ്ടി പറയുന്നില്ല ഇപ്പം കേട്ടോ. ഞാൻ എൻ്റെ ഒരു മുഖം തുജി നോക്കി കാണാനുള്ളൂ. അങ്ങനത്തെ ഇതൊന്നും ഞങ്ങൾക്കില്ല. അങ്ങനെ ഒരു സാധനം ഒരാൾ കിട്ടണമെന്നില്ല. അതിൻ്റെ ആവശ്യമില്ല. എന്നാൽ തരുമ്പോൾ പെങ്ങൾ വാങ്ങാറല്ലേ തിരുപ്പപ്പെട്ട് മേടിച്ചെന്നാലും എല്ലാ സാധനം വെച്ച് തന്നിക്കും. എന്നാലും പോയപ്പോൾ അതിൻ്റെ എന്തൊക്കെ തന്നിക്കും. അന്നൊക്കെ ചേച്ചി മീൻ മേടിച്ച് തന്നെ എന്തൊക്കെ കൊണ്ടുവന്നു കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും. നമുക്ക് അമ്മ കൂടെ വ്ളോഗിൽ പാട്ടടിച്ചേട്ടോ. നല്ല പാടുണ്ട്. പക്ഷെ അമ്മയ്ക്ക് പിന്നെ ഇമ്മ കൂട്ട് പോരാ, ഇമ്മ കമ്പനി പോരാ, ഇമ്മക്ക് മറവിയാണ് പാട്ട്. എന്താ ഇമ്മ പറയും ഇമ്മാനെ കുറ്റന്മാരെ ഇമ്മാനെ കുറ്റം എനിക്ക് പറയാൻ പറ്റില്ല. എത്ര പ്രായമുണ്ട് ഇതിന്റെ? ഞാൻ പറഞ്ഞോട് ഇതിന്റെ പ്രായം കണക്കിലെടുക്കണ്ടേ? ഞാനിപ്പോ ഇതിന്റെ പ്രായത്തിനനുസരിച്ചല്ല ഞാൻ ആ ഒരു പാട്ട് ഇപ്പൊ അങ്ങനെ അടുത്ത് പാടിയതാണ്. അവിടെ നമ്മളെ കുടുംബത്തിൽ വലിയ പാട്ട് എത്തി പാടെ ഞങ്ങൾക്കൊന്നും അങ്ങനെ പാട്ടറിയില്ല. ഒരു ദിവസം നമുക്ക് വിരുന്ന് വിളിച്ചണം. എന്നിട്ട് നിങ്ങളെ പഴയ ടീമുണ്ടല്ലോ, പഴയ നിങ്ങളെ പാട്ടുകാർ അവരൊക്കെ പാടി ഇരുത്തിയിട്ട് നമുക്കൊന്നും കൂടെ നിങ്ങളെ തന്നെ ഇപ്പൊ പറഞ്ഞ ആൾക്കാരൊക്കെ കൂട്ടിയിട്ട്. മാതാത്തല്ലോ ഉണ്ടോ? ഇല്ലമ്മ മാതാത്തണ്ടേ? ഞാൻ പറഞ്ഞ ക്ലാസ് ഉണ്ട്. അതെ അതെ അതെ, ക്ലാസ്സിന് പൈസ ഉണ്ട്. അപ്പോൾ ചങ്ങന്മാരെ, ഇതാണ് ഇന്നത്തെ നമ്മുടെ മുട്ടായി വ്ളോഗിലെ വിശേഷങ്ങൾ. ഇന്ന് നമുക്ക് 2 പിന്നെ പാട്ടുകാരികളെ, പഴയ തലമുറയിൽപ്പെട്ട 2 അതിഥികളെ കിട്ടി. എൻ്റെ ഉമ്മച്ചി സേനത്തെയും എൻ്റെ അമ്മായി സേനത്തെയും. അപ്പോൾ അവരിന്നത്തെ മുട്ടായിനെ മധുരമുണ്ടാക്കി മധുരത്തിൽ ആറാടിച്ചു എന്ന് വിശ്വസിക്കുന്നുണ്ട്. എന്തായാലും തുടർന്ന് നമ്മുടെ ഈ കൊച്ചു ചാനലിൽ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.